മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ആര്യ ബഡായിയും സിബിനും. അവതാരകയായും അഭിനേത്രിയുമായും എല്ലാം കയ്യടി നേടിയ താരമാണ് ആര്യ. ബിഗ് ബോസിലൂടെയാണ് സിബിനെ മലയാളികൾക്ക് അടുത്തറിയുന്നത്. ഈ അടുത്താണ് തങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ഇരുവരും അറിയിച്ചിരുന്നത്. ആര്യയും സിബിനും വിവാഹം കഴിക്കുന്നുവെന്ന വാർത്ത ആരാധകർ ആഘോഷമാക്കുകയായിരുന്നു. ഇരുവരും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളുമാണ്. ഇപ്പോഴിതാ തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച മുതൽ വിവാഹം വരെയുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ആര്യയും സിബിനും. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ SL തിയേറ്ററിൽ വെച്ചാണ് തങ്ങൾ ആദ്യമായി കാണുന്നതെന്നാണ് ആര്യ ഓർക്കുന്നത്. വളരെ ഹ്രസ്വമായിരുന്നു ആ കൂടിക്കാഴ്ചയെന്നും താരം ഓർക്കുന്നുണ്ട്. അന്ന് തങ്ങൾ രണ്ടാളും തങ്ങളുടെ എക്സ് പാർട്ട്നേഴ്സിന്റെ കൂടെയായിരുന്നു വന്നതെന്നും ആര്യ പറയുന്നു. എന്റെ ആദ്യ ഭാര്യ ആര്യയുടെ കൂടെ പഠിച്ചിട്ടുണ്ട്. ആര്യയുടെ അന്നത്തെ ഭർത്താവ് രോഹിത്തിനെ എനിക്കറിയാം. ഞങ്ങൾ രണ്ടുപേരും ഡാൻസർമാരാണല്ലോ, അതുകൊണ്ടുള്ള പരിചയം. അങ്ങനെ അവിടെ വെച്ച് കണ്ടു, ഹായ് പറഞ്ഞു, പിരിഞ്ഞു എന്നാണ് സിബിൻ ഓർക്കുന്നത്. അതേസമയം തങ്ങളുടെ പ്രണയം എപ്പോൾ തുടങ്ങി എന്ന ചോദ്യത്തിന് സിബിനും ആര്യക്കും ഉത്തരവുമില്ല. തങ്ങൾ വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണെന്നും അങ്ങനെയാണ് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയതുമെന്നാണ് താരങ്ങൾ പറയുന്നത്. എപ്പോൾ പ്രണയം തുടങ്ങി എന്നതിന് കൃത്യമായ ഉത്തരം നൽകാനില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ആര്യയോട് പങ്കുവെക്കും, അവൾ തിരിച്ചും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു, 40 വയസ്സായിട്ടും ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് കെട്ടാം. 2 വർഷം മുമ്പായിരുന്നു ആ സംസാരം എന്നാണ് സിബിൻ പറയുന്നത്. വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ചും താരങ്ങൾ സംസാരിക്കുന്നുണ്ട്. തീർത്തും അപ്രതീക്ഷിതമായി ഒരു ദിവസം താൻ ആര്യയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയായിരുന്നുവെന്നാണ് സിബിൻ പറയുന്നത്. 1 വർഷം മുമ്പൊരു സുപ്രഭാതത്തിൽ ഞാൻ ചോദിച്ചു, ഇത്രയും അടുത്തറിയുന്നവരാണ് നമ്മൾ, രണ്ടുപേരും ഇപ്പോൾ ഒറ്റയ്ക്കാണ്, വിവാഹമോചിതരുമാണ്, എന്നാ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചൂടെ? ആര്യ ആലോചിക്കാൻ സമയമൊന്നും എടുത്തില്ല, അപ്പോൾ തന്നെ പറഞ്ഞു യെസ് എന്നാണ് സിബിൻ പറയുന്നത്. മറുപടി നൽകാൻ താൻ അധികം ആലോചിച്ചില്ലെന്നാണ് ആര്യ പറയുന്നത്. വളച്ചുകെട്ടില്ലാതെയായിരുന്നു ആ ചോദ്യമെന്നും ആര്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി പ്രേമിക്കാനൊന്നും സമയമില്ല, താല്പര്യവുമില്ല, ആ സമയമൊക്കെ കഴിഞ്ഞു. ഇതാണ് സമയമെന്ന് തോന്നിയതെന്നാണ് ആര്യ പറഞ്ഞിരിക്കുന്നത്.